ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ഡ്രോപ്പ് എ സൈസ് ചാലഞ്ച് തുടങ്ങിയാലോ എന്ന് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന ഒരു 7 ഡേയ്സിലേക്ക്, അതായത് വരുന്ന മൺഡേ മുതൽ നമ്മളൊരു 7 ഡേയ്സ് ഡ്രോപ്പ് എ സൈസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഇതിന്റെ പുറകിലൊരു സംഭവമുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയി വന്നതിന് ശേഷം കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. ഒരു 4 കിലോളം ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറയ്ക്കാനായിട്ട് ഞാൻ ഫോളോ ചെയ്ത റുട്ടീനാണ് ഈ ഒരു 7 ഡേയ്സ് ചാലഞ്ച് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഞാനിപ്പോൾ ലാസ്റ്റ് മൺഡേ ആണ് എൻ്റെ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തത്. അതായത് മൺഡേ ടു ഇപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫ്രൈഡേ ആണ്. അപ്പൊ ഈ ഒരു 5 ദിവസത്തിനിടയിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 54.9 ആയിരുന്നു ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ. ഇപ്പം ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് 53.3 ആണ് കേട്ടോ. അപ്പൊ ഏകദേശം ഒരു എന്താ പറയുക 1+ kgs ഞാൻ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റുട്ടീൻ എനിക്ക് വർക്കിംഗ് ആയി തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള റുട്ടീനാണ് കേട്ടോ. ഞാൻ തുടക്കം തന്നെ അധികം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് ഒന്നുമല്ല. കാരണം ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ടഫ് ഡയറ്റിലോട്ടും വർക്ക്ഔട്ട് റൂട്ടീനിലോട്ടും ഒന്നും പോയില്ല. വളരെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ, എന്നെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ഒരു ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഡയറ്റിനെ പറ്റിയാണ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വർക്ക്ഔട്ട് നാളത്തെ വീഡിയോ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു റുട്ടീൻ എൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഞാൻ വർക്ക്ഔട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഡയറ്റ് നമുക്ക് ആദ്യം നോക്കാം. ചാലഞ്ചിന്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ മെയ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ബിഫിറ്റ് സ്ക്വാഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നത്തെയും പോലെ തന്നെ നമുക്ക് 4 വീക്സ് റെഗുലർ പ്രോഗ്രാംസ്, 60 ഡേയ്സ് പ്ലാന്, 90 ഡേയ്സ് പ്ലാന്, അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്ലാൻസും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ബിഫിറ്റിൽ നമ്മൾ എഗെയിൻ ഒരു സെക്കൻഡ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അതിനകത്ത് 1024 ആളുകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇനി ഒരാളെ എടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പിനും ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സെക്കൻഡ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് ഏകദേശം ഒരു 600ഓളം പേരായിട്ടുണ്ട്. അതിലിപ്പോൾ ഓൾറെഡി ഒരു സ്റ്റെപ്പ് ചാലഞ്ച്, ഒരു 15 ഡേയ്സ് സ്റ്റെപ്പ് ചാലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഈ ഒരു 7 ഡേയ്സ് ചാലഞ്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാലോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേറ്റ് പിക്ചേഴ്സ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡയറ്റ് കോച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും, മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താഴെ കമന്റ് സെക്ഷനിൽ ഞാനൊരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിക്കുള്ള ലിങ്ക് ആണ്. താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. മാക്സിമം 1024 ആളുകൾക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓൾറെഡി 600 പേര് ഫിനിഷ് ആയിട്ടുണ്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, കമ്മ്യൂണിറ്റി 1-ലുള്ള ആരും തന്നെ കമ്മ്യൂണിറ്റി 2-ൽ ജോയിൻ ചെയ്യാതിരിക്കുക. കാരണം രണ്ടിലും ഒരേ പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യാത്തവർക്ക് നിങ്ങൾ അവസരം കൊടുക്കുക. അപ്പോൾ ഡയറ്റ് ഞാൻ പറഞ്ഞല്ലോ, ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഡയറ്റാണ് ഞാൻ ചെയ്തത്. അപ്പം ഞാൻ എന്താണോ കഴിച്ചത്, ഈ ഒരു 5 ദിവസത്തിൽ ഞാൻ എന്തൊക്കെയാണ് കഴിച്ചത്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് കഴിക്കാൻ പറ്റാവുന്നതെന്നൊക്കെ ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാലഞ്ചിന് റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡയറ്റിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം. വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മോർണിംഗ് ഡ്രിങ്ക് തന്നെ തുടങ്ങാം. അപ്പൊ ഈ ഒരു 5 ദിവസങ്ങളിലും ഞാൻ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കുടിച്ചത് ജീര വാട്ടർ ആണ്. അത് ജീര തലേന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച് പിറ്റേന്ന് ചൂടാക്കി കുടിക്കുക, അങ്ങനെയൊന്നുമല്ല. അതും വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചെയ്തത്. ജസ്റ്റ് വാട്ടർ എടുക്കുക, അതിനകത്തൊരു 1/2 ടീസ്പൂൺ ജീര ഇടുക, നല്ലപോലെ തിളപ്പിക്കുക, അരിച്ചെടുക്കുക, നല്ലപോലെ. അതായത് നമ്മൾ ചായയും കാപ്പിയും ഒക്കെ നമ്മൾ ചൂടായി കുടിക്കില്ല, അതേ ചൂടിൽ തന്നെ കുടിക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഈ 5 ഡേയ്സും ഞാൻ ജീര വാട്ടറാണ് കുടിച്ചത്. ഇനി ബ്രേക്ക്ഫാസ്റ്റിലോട്ട് വരികയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് കുക്ക് ചെയ്യുന്ന രീതിയിലും, അല്ലെങ്കിൽ റാഗി ദോശ, മില്ലറ്റ് ദോശ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഈ ഒരു 5 ഡേയ്സ് ഞാൻ മില്ലറ്റ് തന്നെ കഴിച്ചിട്ടില്ല എന്ന് പറയാം. അധികവും ഞാൻ റൈസ് ഐറ്റംസ് തന്നെയാണ് കഴിച്ചത്. അപ്പം മോർണിംഗ് ഇപ്പം എന്താണോ വീട്ടിലുണ്ടാക്കുന്നത് അത് ഞാൻ കുറച്ച് പോർഷൻ കൺട്രോൾ ചെയ്തിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നല്ലപോലെ കഴിക്കുന്ന ആളാണ്. അതായത് ഒരു 3 ഇഡ്ഡലി ആണെങ്കിൽ 3 ഇഡ്ഡലി, അല്ലെങ്കിൽ 3 ചപ്പാത്തി, 3 ദോശ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എല്ലാം ഒരു 3 ഐറ്റംസ് വെച്ച് കഴിക്കുന്നതാണ്. പക്ഷെ അത് ഞാനൊന്ന് കുറച്ച് ഒരു 2 ഐറ്റംസ് ആക്കി മാറ്റി. അതായത് ഇഡ്ഡലി ആണെങ്കിൽ ഒരു 2 എണ്ണം കഴിക്കാൻ തുടങ്ങി, ദോശയാണെങ്കിൽ 2 എണ്ണം, അല്ലെങ്കിൽ പുട്ടാണെങ്കിൽ ഒരു ചെറിയൊരു പീസ്. ആ രീതിയിലാണ് ഇത്ര ദിവസം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഏത് ഐറ്റം ആണെങ്കിലും അതിന്റെ പോർഷൻ ഞാനൊന്ന് കുറച്ചു. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസിൽ ആ പോർഷൻ ഒന്ന് ഞാൻ കുറച്ചു. എല്ലാം അരി ഐറ്റംസ് തന്നെയാണ് ഞാൻ കഴിച്ചത്. ഒരു ദിവസം കാരണം ഞാൻ വീറ്റ് പുട്ട് കഴിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. ബാക്കി എല്ലാ ദിവസവും അരിയുടെ ഐറ്റംസ് തന്നെയാണ്. പുട്ട്, ദോശ, ഇഡ്ഡലി, അങ്ങനത്തെ സാധനം, നൂലപ്പം, അങ്ങനത്തെ ഒക്കെ തന്നെയാണ് ഞാൻ കഴിച്ചത്. പക്ഷെ പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് കഴിച്ചു. അതിന് പകരം ഞാൻ എൻ്റെ വിശപ്പ് മാറ്റാനായിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് എന്തെങ്കിലും ഒരു ഫ്രൂട്ടാണ്. അത് ആപ്പിൾ ആയിരിക്കാം, അല്ലെങ്കിൽ അധികവും ആപ്പിളും അല്ലെങ്കിൽ ബനാനയും തന്നെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അതൊരു ഹാഫ് ആയിരിക്കാം. ആപ്പിൾ ആണെങ്കിൽ ഒരു ഹാഫ് ആപ്പിൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ, അത്രേ കഴിക്കാൻ പറ്റാറുള്ളൂ. പഴമാണെങ്കിൽ ഒരു ചെറിയൊരു പഴം ഞാൻ എടുക്കും. അങ്ങനെയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ മസ്റ്റ് ആയിട്ട് ഞാനൊരു പ്രോട്ടീൻ റിച്ച് കറി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ദിവസം ഗ്രീൻ പീസ്, അല്ലെങ്കിൽ ചെറുപയർ, അല്ലെങ്കിൽ കടല, അല്ലെങ്കിൽ സാമ്പാർ, ഇതുപോലെയുള്ള കറികളാണ്. അത് ഞാൻ കുറച്ചും കൂടെ പോർഷൻ സാധാരണ ഞാൻ എടുക്കുന്നതിനേക്കാളും, സാധാരണ ഞാനൊരു 6 ടേബിൾ സ്പൂൺ ആണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു 5 ഡേയ്സും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്
കഴിച്ചുകൊണ്ടിരുന്ന ഒരു 10 ടേബിൾ സ്പൂണോളം പ്രോട്ടീൻ വെച്ച് കറി ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. അത് എന്ത് കറിയാണെങ്കിലും ഒരു 10 ടേബിൾ സ്പൂണോളം ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്ലേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു ചെറിയൊരു പോർഷൻ കാർബും ബാക്കി ഫുൾ പോർഷനും പ്രോട്ടീനാണ് ഞാൻ കഴിച്ചത്, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിൽ. നിങ്ങൾക്കാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ കഴിക്കാം. എന്താണോ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത്, നോർമലി കുക്ക് ചെയ്യുന്ന ഐറ്റംസ് എന്താണോ അത് നമ്മൾ കാർബ് ഐറ്റംസ് ഉണ്ടാവില്ല, അതായത് ദോശ, ഇഡ്ഡലി, പുട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുക. ഇപ്പൊ 2 കഷ്ണം പുട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ 1 കഷ്ണമാക്കി ചുരുക്കുക. ദോശ ഒരു 3 എണ്ണം കഴിക്കുന്നവർ 2 എണ്ണം ആക്കി നോക്കുക. ഒരു 3 ചപ്പാത്തി കഴിക്കുന്നവർ 2 ചപ്പാത്തി ആക്കി നോക്കുക. ആ കാർബിന്റെ മെഷർമെന്റ് നമ്മൾ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോട്ടീൻ ഒരുപാട് കഴിക്കാം. അതായത് 6 ടേബിൾ സ്പൂൺ മാത്രം കറി എടുത്ത സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു 10 ടേബിൾ സ്പൂൺ കറി വരെ കഴിക്കാം. ആ രീതിയിൽ പോർഷൻ, നമ്മുടെ പ്രോട്ടീൻ പോർഷൻ കുറച്ചും കൂടെ ഉയർത്തിയിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെ, കുറച്ചും കൂടി നിങ്ങൾ വയറ് ഫില്ലിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ PCOD, തൈറോയ്ഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ റൈസ് മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയാ, മില്ലറ്റ് ഐറ്റംസോ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഓട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അരി ഐറ്റംസ് ഒന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി മിഡ് മോർണിംഗ് സ്നാക്കിലോട്ട് വരികയാണെങ്കിൽ ഞാൻ അധിക ദിവസം ഫ്രൂട്ട് തന്നെയാണ് എടുത്തത്. അതിനിടയിലുള്ള 1-2 ദിവസങ്ങളിൽ ഞാൻ യോഗേർട്ട് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മിൽക്കി മിസ്റ്റിന്റെ പ്ലെയിൻ യോഗേർട്ട് ഉണ്ടല്ലോ, അത് കിട്ടുമ്പോൾ ചെറിയൊരു ബോക്സ് ആണ്, ഇത്രയുള്ള ഒരു ബോക്സ് ആണ്, ഒരു 100 ഗ്രാംസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അതാണ് ഞാൻ 2 ദിവസം എന്റെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് എടുത്തത്. ബാക്കി എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഫ്രൂട്ടാണ്. ഒരു ദിവസം കാരണം ഞാൻ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന എന്തെങ്കിലും ഒരു സീസണൽ ഫ്രൂട്ട് കഴിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് മാംഗോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ പോർഷൻ, മാംഗോവും പിന്നെ ചക്കയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, പോർഷൻ നോക്കിയിട്ട് വേണം കഴിക്കാൻ. കാരണം ഒത്തിരി കലോറീസ് ഉള്ള ഫ്രൂട്ട് ഓപ്ഷൻസ് ആണ്, നല്ല ഷുഗറിയും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ പോർഷൻ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കുക. ബാക്കി എല്ലാം ആണെങ്കിൽ ഇപ്പം ആപ്പിൾ ആണെങ്കിൽ ഒരു മീഡിയം സൈസ് കഴിക്കാം, ഓറഞ്ച് ആണെങ്കിൽ മീഡിയം സൈസ് കഴിക്കാം, ബനാന ആണെങ്കിൽ ഒരു വലിയ ബനാന തന്നെ കഴിക്കാം. അപ്പോൾ ഫ്രൂട്ട് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് എന്തായാലും നിങ്ങൾക്ക് ക്യാരി ചെയ്ത് പോവാം, ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഫ്രൂട്ട് നിങ്ങൾക്ക് ക്യാരി ചെയ്ത് പോവാം. അതല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ്, സീഡ്സ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഈ ലഞ്ചിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു 5 ദിവസങ്ങളിലും ഞാൻ ലഞ്ചായിട്ട് കഴിച്ചത് റൈസ് തന്നെയാണ് കേട്ടോ. പക്ഷേ റൈസ് ഞാൻ സാധാരണ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ പോർഷൻ ഞാൻ ലെസ് ആക്കി. ഞാൻ 6 ടേബിൾ സ്പൂൺ റൈസ് ആണ് നോർമലി എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയും ദിവസങ്ങൾ ഞാൻ ജസ്റ്റ് 4 ടേബിൾ സ്പൂൺ റൈസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻ്റെ ഇൻടേക്ക് ഞാൻ കുറച്ചും കൂടെ കൂട്ടി. അതായത് ഒരു 6 ടേബിൾ സ്പൂൺ കറിയാണ് എടുത്തുകൊണ്ടിരുന്നെങ്കിൽ സാമ്പാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒരു 10 ടേബിൾ സ്പൂൺ ആക്കി ഞാൻ കൂട്ടി നോക്കി. അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഫിഷ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കറി വെച്ചിട്ടുള്ള ഫിഷാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കറി വെച്ചിട്ടുള്ള ഫിഷാണ് കഴിക്കുന്നതെങ്കിൽ ഒരു പീസിന് പകരം 2 പീസായിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ കറിയായിട്ട് ഞാൻ ഒന്നുകിൽ എന്താ പറയാ, സാമ്പാർ അല്ലെങ്കിൽ എന്തെങ്കിലും എരിശ്ശേരികൾ ഉണ്ടല്ലോ, അതായത് കായ, പരിപ്പ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള എരിശ്ശേരികൾ, അല്ലെങ്കിൽ പരിപ്പ് മാത്രം വെച്ചിട്ടുള്ള കറികൾ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ വെച്ച കറിയാണ് ഞാൻ ഉച്ചയ്ക്കും കഴിച്ചുകൊണ്ടിരുന്നത്. അത് നല്ലൊരു പോർഷൻ, ഒരു 10 ടേബിൾ സ്പൂണെങ്കിലും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത്, അത് ഞാൻ ഇതിന് മുമ്പുള്ള ഡയറ്റിലൊന്നും അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആഴ്ചയിൽ ഒരു 2-3 ദിവസം കഴിക്കാറുണ്ടായിരുന്നു എന്നല്ലാതെ ഇത് ഞാൻ റെഗുലർ ആയിട്ട് 5 ദിവസം ഞാൻ കേട് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു 4 ടേബിൾ സ്പൂൺ, അതായത് ഒരു ഏകദേശം 60 ഗ്രാം തൈരാണ്, അതായത് കേടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അത് നമുക്കിപ്പം പ്രത്യേകിച്ച് സമ്മർ സീസണിലൊക്കെ നല്ലതാണ് കേട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ 60 ഗ്രാം കേടാകുമ്പോൾ അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 ഗ്രാം പ്രോട്ടീനോളം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഞാൻ ഇത്രയും ദിവസം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു സാലഡ് എന്ന് പറയുമ്പോൾ മിക്സഡ് സാലഡ് അല്ല, ഏതെങ്കിലും ഒരു പച്ചക്കറി, അതായത് ഒന്നുകിൽ ക്യാരറ്റ് അല്ലെങ്കിൽ കുക്കുംബർ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പച്ചക്കറി മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ആ രീതിയിൽ ബാലൻസ് ചെയ്തിട്ടാണ് ഞാൻ പ്ലേറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സംഭവമൊന്നും നമ്മുടെ കയ്യിൽ, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു പച്ചക്കറി നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അതാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ സാലഡായിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അധികം ഗ്രോസറീസ് ഒന്നും ആവശ്യമില്ലാത്തൊരു ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്തത്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ താല്പര്യം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോറിന് പകരം ചപ്പാത്തി എടുക്കാം, റാഗി ദോശ എടുക്കാം, ഗോതമ്പ് ദോശ എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുപയർ റൈസ്, കഞ്ഞിയാണെങ്കിൽ ആ രീതിയിൽ എടുക്കാം. എന്താണോ, അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ നോർമലി എന്താണോ എക്സ്ട്രാ നമുക്ക് വേണ്ടി ഒന്നും കുക്ക് ചെയ്യാതെ നോർമലി എന്താണോ വീട്ടിൽ കഴിക്കുന്നത് അത് കുറച്ചും കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് പ്രോട്ടീൻ സാധാരണ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക. ഇനി ഈവനിങ്ങിലോട്ട് വരികയാണെങ്കിൽ ഞാൻ ഇത്രയും ദിവസം ഈവനിങ്ങിലാണ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു 3 മണി, ഇപ്പോൾ കുഞ്ഞിന് സ്കൂളില്ല, സാധാരണ അവനെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയമാണ് 3 മണിയൊക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ വെക്കേഷൻ ആയതുകൊണ്ട് 3 മണി മുതൽ 4 മണി വരെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതാണ് എനിക്ക് കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് തോന്നുന്ന സമയം. അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വർക്ക്ഔട്ടാണ് ഞാൻ നാളെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അത് ഒരു സെറ്റ് വർക്ക്ഔട്ടാണ് ഞാൻ അതിനകത്ത് കാണിക്കുന്നത്. അത് ചില ദിവസങ്ങളിൽ ഞാൻ 2 സെറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ 3 സെറ്റ്, അതായത് കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്തിട്ടാണ് ചെയ്യാറ്. അങ്ങനെ ഒരു 1.5 അവേഴ്സ് വരെ ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും ദിവസം. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട്, അതായത് ഞാൻ ഏകദേശം ഒരു 1 മന്ത് ആയിട്ട് റെഗുലർ ആയിട്ട് അല്ലെങ്കിലും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ പ്രോട്ടീൻ എടുക്കാറുണ്ട്, പ്രോട്ടീൻ പൗഡർ എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു 5 ഡേയ്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തത് കാരണം ഞാൻ എല്ലാ ദിവസവും പ്രോട്ടീൻ പൗഡർ എടുത്തിട്ടുണ്ട്. എക്സസൈസ് ഫിനിഷ് ചെയ്ത് ഒരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഞാൻ കോൾഡ് വാട്ടറിനകത്ത്
ഒരു സ്കൂപ്പ് പ്രോട്ടീൻ മിക്സ് ചെയ്തിട്ട് കഴിക്കും. ഒരു സ്കൂപ്പ് പ്രോട്ടീനിനകത്ത് തന്നെ അതിനകത്ത് ഏകദേശം 25 ഗ്രാം പ്രോട്ടീൻ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ പ്രോട്ടീൻ മിക്സ് ചെയ്തിട്ടുള്ള ഡ്രിങ്ക് എടുത്ത് ഞാൻ സെറ്റ് ചെയ്യും. ആ സമയത്ത് ഞാൻ പിന്നെ ഒരു സ്നാക്കും കഴിക്കാറില്ല. അതായത് ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ ഒന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്യാറില്ല. ഡിന്നറിലോട്ട് വരികയാണെങ്കിൽ ഞാൻ ഏകദേശം 5:30 to 6 ആ ഒരു ടൈം വിൻഡോനുള്ളിലാണ് എൻ്റെ ഡിന്നർ എടുക്കാറ്. അപ്പോൾ ഇതിനകത്ത് 5 ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസത്തോളം ഞാൻ സെയിം ഡിന്നർ തന്നെയാണ് കഴിച്ചത്. അതായത് പുഴുങ്ങിയ മുട്ടയും പുഴുങ്ങിയ പഴമാണ് കഴിച്ചത്. 2 പുഴുങ്ങിയ പഴവും 1 മുട്ടയും ആ രീതിയിലാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് 3 ദിവസം. അതിനിടയിലുള്ള 2 ദിവസങ്ങളിൽ ഞാൻ ഒരു ദിവസം വൻപയർ പുഴുങ്ങിയത് കഴിച്ചിട്ടുണ്ട്, വേറൊരു ദിവസം ബ്രെഡ് ഓംലെറ്റ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലായിരുന്നു എൻ്റെ ഒരു ഡിന്നർ പോയത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിന്നറാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഇത്ര ദിവസം. എന്തൊക്കെയായാലും ഞാൻ 6 o'clock മുന്നേ ആയിട്ട് എൻ്റെ ഡിന്നർ ഫിനിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു 3 ഓപ്ഷനിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പുകൾ, വെജിറ്റബിൾ സൂപ്പ്, ചിക്കൻ സൂപ്പ്, അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അതല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ചപ്പാത്തി, അതിന് കൂടെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ റിച്ച് കറി, കുറച്ച് സാലഡ്, ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മീൽ പോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ മീലായിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ റാഗി പോറിഡ്ജ് പോലെ ഉണ്ടാക്കി കഴിക്കാം, റാഗി അട ഉണ്ടാക്കി കഴിക്കാം, കൊഴുക്കട്ട ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഡിന്നറിലുണ്ട്. പക്ഷെ കഴിയുന്നതും ഡിന്നർ ഓപ്ഷൻസ് വളരെ ലൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. 6 o'clock മുന്നേ ആയിട്ട് ഡിന്നർ എടുക്കാൻ വേണ്ടി നോക്കുക. ഇത്രയും ദിവസം സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്ക് മുന്നേ ആയിട്ട് തന്നെ ഡിന്നർ എടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പലപ്പോഴും ചെയ്യാത്തൊരു കാര്യമാണ്. ചിലപ്പം മാക്സിമം എന്തൊക്കെയായാലും 7:30 മുന്നേ ആയിട്ട് ഞാൻ ഡിന്നർ എടുക്കും. പക്ഷേ പല ദിവസങ്ങളിലും ഞാൻ 7 o'clock 7:30 ആ രീതിയിലായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു 5 ദിവസം ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 6 മണിക്ക് മുന്നേ ആയിട്ട് ഡിന്നർ എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞാൻ പോയത്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഞാൻ 5 ദിവസം ഫോളോ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആണെങ്കിൽ 9:30 ആ ഒരു സമയത്താണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ 9:30 to 6 o'clock ഈ ഒരു സമയം, ഈ ഒരു വിൻഡോ ആണ് ഞാൻ ഫോളോ ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു 8:16 വിൻഡോ തന്നെയാണ് ഞാൻ ഈ ഒരു 5 ദിവസം ഫോളോ ചെയ്തത്. വർക്കൗട്ടിന്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ഡംബൽസ് വെച്ചിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് വർക്കൗട്ടുകളാണ് ഇത്രയും ദിവസം ചെയ്തത്. അത് ഒരു സെറ്റ് മാത്രമായിട്ട് ചെയ്ത ദിവസങ്ങളില്ല. ഒരു സെറ്റ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് വർക്കൗട്ടിൽ കാണിച്ചു തരുന്നുള്ളൂ. അത് തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് 1-2 സെറ്റായിട്ട് ചെയ്യാം, 3 സെറ്റായിട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഒരു സെറ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 20 to 30 minutes ആവും. അപ്പോൾ 2-3 സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1-1.5 മണിക്കൂറാവും. 2 സെറ്റൊക്കെ നിങ്ങൾ ചെയ്താൽ മതിയാവും. ഒരു സെറ്റാണ് ആദ്യത്തെ ബിഗിനർ സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ 1 സെറ്റ് തന്നെ ചെയ്താൽ മതിയാവും. നല്ല രീതിയിലുള്ള ഒരു വർക്കൗട്ട് തന്നെയാണ് അത് കിട്ടുക. കംപ്ലീറ്റ്ലി ബോഡി ട്രിം ആവുന്ന രീതിയിലുള്ള ഒരു വർക്കൗട്ട് തന്നെയാണ് നമ്മൾ അതിൽ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ വീഡിയോ നാളെയാണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡയറ്റ് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ, ഏതൊക്കെ കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റിയ, പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ടാത്തൊരു ഡയറ്റ് ആണ്. ഒന്ന് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് മാറുന്നു, കുറച്ച് പ്രോട്ടീൻ അധികമായിട്ട് നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യുന്നു, ഒരു 6 o'clock മുമ്പേ ആയിട്ട് അല്ലെങ്കിൽ മാക്സിമം 7 o'clock മുന്നേ ആയിട്ട് നമ്മുടെ ഡിന്നർ നമ്മൾ ക്ലോസ് ചെയ്യുന്നു, നല്ലപോലെ വെള്ളം കുടിക്കുന്നു. ഒരു 2 to 3 ലിറ്റർ വെള്ളത്തോളം ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ദിവസങ്ങളിൽ. അതുപോലെ തന്നെ കാർബ് നമ്മൾ കുറച്ച് കുറയ്ക്കുന്നു. അത്രയാണ് ഈ ഒരു ഡയറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മളൊരു ഫാൻസി ഡയറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെയല്ല ഫോളോ ചെയ്തത്. വളരെയധികം ലിമിറ്റഡ് ഗ്രോസറീസേ നമുക്ക് ഇതിനകത്ത് വേണ്ടുള്ളൂ. അപ്പം നിങ്ങളും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഈ ഒരു റുട്ടീൻ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വർക്കൗട്ട് മസ്റ്റ് ആണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു 7 ദിവസത്തിനുള്ളിൽ നല്ല റിസൾട്ട് കിട്ടും തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എത്ര പേര് നമ്മുടെ 7 days ഡ്രോപ്പ് സൈസ് ചാലഞ്ചിന് റെഡി ആണെന്ന് താഴെ കമന്റ് സെക്ഷനിൽ പറയാം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അത്യാവശ്യം വേണ്ട ഗ്രോസറീസ് ഒക്കെ വാങ്ങിച്ചു വെക്കുക. തിങ്കളാഴ്ച മുതൽ നമ്മുടെ ഷെഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നത് സൺഡേയിലേക്കാണ്. സൺഡേ 2 PM ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. പിന്നെ മൺഡേ 2 PM ആകുമ്പോഴേക്കും ഞാൻ വർക്കൗട്ട് റൂട്ടീനും കൊണ്ടുവരും. അപ്പോൾ എല്ലാവരും പ്രോപ്പർ ആയിട്ട് ഈ ഒരു ചാലഞ്ച് ഫിനിഷ് ചെയ്യുക. എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള വേറൊരു ചാലഞ്ച് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്, ഒരു എക്സ്ക്യൂസും ഇല്ലാതെ. അപ്പോൾ മാക്സിമം ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഫൈനൽ ഡേ നമുക്ക് എത്ര റിസൾട്ട് കിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാലഞ്ചിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ.